ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഒരിക്കൽ കൂടി. ഇന്ന് കാർത്തിക മാസത്തിൽ, ദാമോദര മാസത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള മാസമാണ് ദാമോദര മാസം. ഒരുപാട് ലീലകൾ ഭഗവാന് നടന്നിട്ടുണ്ട്. ഗോവർദ്ധന പൂജ നമ്മൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആഘോഷിക്കും. ദീപാവലി ആ ദിവസമാണ് ദാമോദര ലീല നടന്നിട്ടുള്ളത്. പിന്നെ ശരത് പൂർണിമ നാളിൽ രാസലീല ആരംഭിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഗോപാഷ്ടമി വരുന്നു. ഈ മാസത്തിൻ്റെ അവസാനം ഏകദേശം ഗോപാഷ്ടമി ആഘോഷിക്കുന്നു. അതേപോലെ ഇന്ന് ബഹുലാഷ്ടമി എന്ന് പറയും. ശ്രീ രാധാകുണ്ടിൻ്റെ ആവിർഭാവ തിഥിയാണ് ഇന്നത്തെ ദിവസം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാധാകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകുണ്ട് എന്ന് പറയാൻ പോലും ഉള്ള യോഗ്യത എനിക്കില്ല. രാധാകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട ലീലാസ്ഥലിയാണ്. ഒരുപാട് ഗുഹ്യമായിട്ടുള്ള, അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ലീലകൾ നടക്കുന്ന സ്ഥലമാണ് രാധാകുണ്ട്. ശ്രീല രൂപ ഗോസ്വാമി പറയുന്നു ഉപദേശാമൃതത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് രാധാകുണ്ടിൻ്റെ സ്ഥാനം. 9-ാമത്തെ ശ്ലോകം, 9, 10, 11 3 ശ്ലോകങ്ങളായിട്ട്, അതായത് ഉപദേശാമൃതം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് രാധാകുണ്ടിൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഭക്തിശാസ്ത്രി പഠിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ പഠിക്കുന്നവരും ഉപദേശാമൃതം കേട്ടിട്ടുള്ളവർക്കും അറിയാം. ശ്രീല രൂപ ഗോസ്വാമി വാചോവേഗം മനസ്സാ ക്രോധവേഗം എന്ന് തുടങ്ങുന്നു ഉപദേശാമൃതം. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനം എത്തിക്കുന്നത് രാധാകുണ്ടിലേക്കാണ്. അതായത് കൃഷ്ണപ്രേമത്തിൻ്റെ ഏറ്റവും പരമകാഷ്ഠയായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്കാണ് രൂപഗോസ്വാമി നമ്മളെ കൊണ്ടുപോകുന്നത്, വെറും 11 ശ്ലോകത്തിൽ. അതുകൊണ്ട് ഉപദേശാമൃതം പുസ്തകം ചെറുതാണെങ്കിലും ഒരുപാട് മഹത്വപൂർണമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ മഹാസൗഭാഗ്യമാണ് ശ്രീല പ്രഭുപാദൻ്റെ കൃപ കൊണ്ട് ഉപദേശാമൃതം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഉപദേശാമൃതം അങ്ങനെ ഇരുന്നേനെ. ശ്രീല രൂപ ഗോസ്വാമി എഴുതി, സംസ്കൃതത്തിലാണ് അത്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു ശ്രീല പ്രഭുപാദ്. ഇപ്പോൾ ഭക്തിശാസ്ത്രി കോഴ്സ് ചെയ്യുന്നവരൊക്കെ നിർബന്ധമായിട്ടും ഉപദേശാമൃതം പഠിക്കുന്നുണ്ട്. ഉപദേശാമൃതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധകർക്കും പുതിയ ആളുകൾക്കും, അതായത് പറയുകയാണെങ്കിൽ കനിഷ്ഠ ഭക്തർക്കും ഉത്തമ ഭക്തർക്കും മധ്യമ ഭക്തർക്കും എല്ലാവർക്കും ഒരേപോലെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. കനിഷ്ഠരായിട്ടുള്ള ഭക്തർക്കും അതിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഭക്തിയിൽ എങ്ങനെയാണ് നമ്മൾ ആദ്യം മുതൽ എന്തിലാണ് പ്രാധാന്യമുള്ളത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും സത്സംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം ഭക്തരുമായിട്ടുള്ള ഇടപഴകൽ, ഇതെല്ലാം പറയുന്നുണ്ട് അതിൽ. ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ പ്രോഗ്രസീവ്ലി ഗ്രാജുവലി മുകളിലോട്ട് കൊണ്ടുവരുന്നു ഉപദേശാമൃതത്തിൻ്റെ ആ ഒരു ഫ്ലോ. അങ്ങനെയാണ് 1 മുതൽ 11 ശ്ലോകങ്ങൾ. വെറും 11 ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷേ ഇത് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് അതിൽ. അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവരുടെ വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ഉപദേശാമൃതം. അപ്പോൾ ഉപദേശാമൃതത്തിൻ്റെ അവസാനത്തെ 3 ശ്ലോകങ്ങളിൽ പറയുന്നത് രാധാകുണ്ടിനെ കുറിച്ചാണ്. രാധാകുണ്ടിൻ്റെ മഹിമയാണ് പറയുന്നത്. ആ ഒരു കാര്യം ഉപദേശാമൃതത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് രാധാകുണ്ടിനെ കുറിച്ച്. ഉപദേശാമൃതം നമ്മൾ ഭക്തിശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടും. ഇല്ലെങ്കിൽ രാധാകുണ്ടിനെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഞാൻ ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്തിരുന്നു രാധാകുണ്ടിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണമെന്ന്. പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. എന്നാൽ
മംഗളാചരണം ചെയ്യുന്നേക്കാൾ തൊട്ട് മുമ്പ് ഈ സൂം മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി, പറയണോ വേണോ അതോ ഭഗവത്ഗീത ക്ലാസ് തുടർന്നാൽ മതിയോ. നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിൻ്റെ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പകുതി മനസ്സിലാണ് ഇപ്പോഴും, പൂർണ്ണമായിട്ട് പുറത്ത് വന്നിട്ടില്ല. എന്തോ ഒരു സമ്മതക്കുറവ് പോലെ തോന്നുന്നു ഉള്ളിന്ന്. അതെനിക്കറിയില്ല. അങ്ങനെ ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ തോന്നില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കും. അത് ഭഗവാൻ തോന്നിപ്പിക്കുന്ന പോലെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല ഒരു ക്ലാസ്സും ഇതുവരെ എടുത്തിട്ടുള്ളത്. ഒരു ക്ലാസ്സും പറയുന്നതും എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യും, പക്ഷേ അത് അതേപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഓർമ്മയും വരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. എന്താണെങ്കിലും ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യം, രാധാകുണ്ഠൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. രൂപഗോസ്വാമി പറയുന്നു 19 ശ്ലോകത്തിൽ ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്, വൈകുണ്ഠാജനിതോ വരമധുപുരി തത്രാഭിരാത്സോത്സവാത് വൃന്ദാരണ്യമുദാര പാണിരമണാത് തത്രാപി ഗോവർദ്ധന രാധാകുണ്ഡമിഹാപി ഗോകുലപതേ പ്രേമാമൃതാ പ്ലാവനാത് കുര്യാദ് അസ്യ വിരാജതോ ഗിരിതടേ സേവാം വിവേകിനക. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ ആക്ച്വലി രൂപഗോസ്വാമി പറയുന്നു, അതായത് പുണ്യ സ്ഥലങ്ങളുടെ ആ ഒരു ഹൈറാർക്കി പറയുകയാണ് അദ്ദേഹം പറയുന്നു, വൈകുണ്ഠം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭൗതിക ലോകത്തിനേക്കാൾ ഒരുപാട് ശ്രേഷ്ഠമാണ്. അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. വൈകുണ്ഠം എവിടെ? ഇത് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വൈകുണ്ഠം എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണ് ഭൗതിക ലോകത്തേക്കാൾ എന്ന് അദ്ദേഹം തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിക്കൊണ്ട് പറയുന്നു, എന്നാൽ മധുര എന്ന് പറയുന്നത് വൈകുണ്ഠത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ അവിടെയാണ് അവതരിക്കുന്നത്. ദേവകി റാണിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവിടെയാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് വൈകുണ്ഠത്തേക്കാൾ ശ്രേഷ്ഠമാണ് മധുര. പിന്നെ പറയുന്നു അദ്ദേഹം, വൃന്ദാരണ്യം ഉദാര പാണിരമണ തത്രാപി ഗോവർദ്ധന. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ ആദ്യം വൈകുണ്ഠം, അതിനേക്കാൾ മുകളിൽ മധുരയേക്കാൾ മുകളിൽ അദ്ദേഹം പറഞ്ഞു വൃന്ദാവനമാണ് മധുരയേക്കാൾ ശ്രേഷ്ഠം, അല്ലെങ്കിൽ സ്ഥാനം നോക്കുമ്പോൾ കൂടുതൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം മധുരയേക്കാൾ മുകളിലാണ്. കാരണം എന്താണ് പറയുന്നത്? കൃഷ്ണലീല നടന്നിട്ടുള്ള സ്ഥലമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ, ഒരുപാട് ലീലകൾ നടന്നിട്ടുണ്ട് വൃന്ദാവനത്തിൽ. അതായത് മധുരയിൽ നടക്കുന്ന ലീലയും ദ്വാരകയിൽ നടക്കുന്ന ലീലയൊക്കെ നമുക്കറിയാം. പക്ഷെ വൃന്ദാവനത്തിലെ സ്പെഷ്യലായിട്ടുള്ള മാധുര്യ ലീലകൾ, വാത്സല്യ ലീലകൾ, സഖ്യലീലകൾ വേറെ എവിടെയുമില്ല, നമുക്കറിയാം. ഇപ്പോൾ വൃന്ദാവനത്തിൻ്റെ സ്ഥാനം തീർച്ചയായിട്ടും മധുരയേക്കാൾ മുകളിലാണ്. ഇനി അവിടെ നിൽക്കുന്നില്ല. വൃന്ദാരണ്യം ഉദാര പാണി രമണ തത്രാപി ഗോവർദ്ധന. ഇപ്പോൾ വൃന്ദാവനത്തിനേക്കാൾ കുറച്ചും കൂടെ മുകളിലാണ് വൃന്ദാവനത്തിൽ ഉള്ള ഗോവർദ്ധനൻ്റെ സ്ഥാനം. വൃന്ദാവനത്തിലാണ് ഗോവർദ്ധനം ഉള്ളത്. എന്നാൽ പറയുന്നു വൃന്ദാവനം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അതിൽ വെച്ച് ഗോവർദ്ധനമാണ് ടോപ്പ്. കാര്യം എന്താണ് പറയുന്നു? കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗോവർദ്ധൻ എടുക്കുന്നു. മാത്രമല്ല കൃഷ്ണൻ അത് വളരെ സ്പെഷ്യലായിട്ടൊരു ലീലയാണ്. മാത്രമല്ല ഒരുപാട് ലീലകൾ ഗോവർദ്ധനം പർവ്വതത്തിൻ്റെ ചുറ്റും ഗോവർദ്ധന പർവ്വതത്തിലും നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ലീലകൾ, ഭഗവാൻ കൃഷ്ണൻ ലീലകൾ ഇന്നും ശാശ്വതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗോവർദ്ധൻ വളരെ സ്പെഷ്യലാണ് ഗോവർദ്ധൻ. കൃഷ്ണൻ്റെ രാധാകൃഷ്ണ ലീലയിൽ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗോവർദ്ധൻ. അപ്പോൾ ഗോവർദ്ധൻ്റെ സ്ഥാനം വലിയ സ്ഥാനമാണ്. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുന്നു കയ്യിൽ എന്ന് മാത്രമല്ല, ഒരുപാട് ലീലകൾ നടന്നിട്ടുണ്ട്. സഖ്യലീലകൾ, മാധുര്യ ലീലകളും എല്ലാം നടന്നിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. കാര്യം ഗോവർദ്ധനത്തിൽ എല്ലാം ഉണ്ട്. കൃഷ്ണന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഗോവർദ്ധനം ചെയ്തു കൊടുക്കുന്നു. കൃഷ്ണൻ്റെ ലീലകൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഉണ്ട് അവിടെ. അതുകൊണ്ട് വളരെ വലിയ സ്ഥാനമാണ് ഗോവർദ്ധനുള്ളത്. ഇനി ഗോവർദ്ധനേക്കാൾ ഉയർന്ന സ്ഥാനം ആർക്കാണെന്ന് പറയുന്നത്? രാധാകുണ്ഡമിഹാപി ഗോകുലപതേ.
പ്രേമാപ്ര പ്രേമാമൃത പ്രേമാമൃത പ്ലാവനാത് ശ്രീരാധാക്കുണ്ട്. ഗോവർദ്ധനം ആക്ച്വലി ഗോവർദ്ധനത്തിൻ്റെ ഒരു ഭാഗമാണ് രാധാക്കുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോവർദ്ധനത്തിൻ്റെ കൂടെയുള്ളത് തന്നെയാണ് രാധാക്കുണ്ട്. രാധാക്കുണ്ടിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ ഗോവർദ്ധനത്തേക്കാൾ ഉയർന്നതാണ് എന്ന് പറയുന്നു. കാര്യം എന്താണെന്ന് പറയുന്നത്, രാധാക്കുണ്ടം മിഹാവി ഗോകുലപത്തെ പ്രേമാമൃതം പ്രേമാമൃത പ്ലാവനാഥ്. അതായത് രാധാക്കുണ്ടിൽ കൃഷ്ണപ്രേമം, രാധാകൃഷ്ണപ്രേമം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത, രാധാകുണ്ടിൻ്റെ പ്രത്യേകത. കൂര്യാത് അസ്യ വിരാജതോ ഗിരിതടേ സേവം വിവേകിനക. പറയുന്നു രൂപഗോസ്വാമി, അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ ആരാണ് ശ്രീ രാധാകുണ്ടിനെ സേവിക്കാതിരിക്കുക? ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കൂടെയുള്ള ആ ശ്രീ രാധാകുണ്ടിനെ ആരാണ്, ഏത് ബുദ്ധിയുള്ള ആളാണ് സേവിക്കാതിരിക്കുക? സ്ഥാനം ഇത്രയും വലിയ സ്ഥാനമാണ് ഗോവർദ്ധനത്തിൻ്റെ, അതാണ് പറയുന്നത്. വേറൊരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗോവർദ്ധനത്തിൻ്റെ സ്ഥാനത്തേക്കാൾ ഗോവർദ്ധനത്തിൻ്റെ സ്ഥാനമുണ്ട്, രാധാകുണ്ടിൻ്റെ സ്ഥാനം. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 4 കാര്യങ്ങൾ പറഞ്ഞു. വൈകുണ്ഠ ഭൗതിക ലോകത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് വൈകുണ്ഠം, വൈകുണ്ഠത്തേക്കാൾ ശ്രേഷ്ഠമാണ് മധുര, മധുരയേക്കാൾ വൃന്ദാവനം, വൃന്ദാവനത്തിനേക്കാൾ ശ്രേഷ്ഠം ഗോവർദ്ധനം എന്ന് പറയുന്നു. ഗോവർദ്ധനത്തേക്കാൾ പറയുമ്പോൾ ഗോവർദ്ധനത്തിലെ രാധാകുണ്ട്. ഗോവർദ്ധന രാധാകുണ്ട് നമ്മൾ മാറ്റി നിർത്താൻ പറ്റുന്നില്ല, ഒരിക്കലും പറ്റില്ല. ഗോവർദ്ധനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഗോവർദ്ധനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാധാകുണ്ടാണ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നു. സ്പിരിച്വൽ വേൾഡിൻ്റെ, ആധ്യാത്മിക ലോകത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്ഥലം ഏതാണ്? രാധാകൃഷ്ണ ഉപാസകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാധാകുണ്ടാണ്. ഒരുപാട് ശാസ്ത്രങ്ങളിൽ അത് പറയുന്നുണ്ട്. കാര്യം എന്താണ്? കൃഷ്ണപ്രേമത്തിൻ്റെ ആ ഏറ്റവും മൂർത്തിഭാവം നമുക്ക് കാണാൻ പറ്റുന്നത് കൃഷ്ണൻ്റെയും രാധയുടെയും ലീലകൾ, ഒരുപാട് ലീലകൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ നടക്കാത്ത ലീലകളില്ല. ഇന്നത്തെ ഇപ്പോഴുള്ള വൃന്ദാവനം, ഇവിടെ ഭൗമ വൃന്ദാവനത്തിൽ നമുക്ക് കാണുന്നില്ല എന്നുള്ളൂ, എന്നാൽ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗോലോക വൃന്ദാവനത്തിൽ, ആധ്യാത്മിക ലോകത്തിൽ നിത്യവും ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാധാകുണ്ട് എന്ന് പറയുന്നത് ഇവിടെയുള്ളത് മാത്രമല്ല, അവിടെയുള്ളതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ശ്രീ ഗോവർദ്ധനം അവിടെയുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ഈ സ്ഥലങ്ങളെല്ലാം ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാൻ കൃഷ്ണൻ്റെയും രാധയുടെയും ലീലയിൽ സഹായിക്കുന്ന എല്ലാം, ഗോവർദ്ധനമാവട്ടെ, രാധാകുണ്ട്, ശ്യാമകുണ്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. കൃഷ്ണനും രാധയും മറ്റുള്ള എല്ലാ സഖിമാരും സഖാക്കളും എല്ലാവരും വരുമ്പോൾ കൂടെ ഇവരെല്ലാവരും വരും. വൃന്ദാവനം ഒരുമിച്ചാണ് വരുന്നത്. വൃന്ദാവനം അവിടെ നിന്ന് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രകടമാവുന്നു. അപ്പോൾ കൃഷ്ണനും രാധയും തനിയെ ഒരിക്കലും വരില്ല, കൂടെ വൃന്ദാവനം മുഴുവനും വരുന്നുണ്ട്. അതാണ് പ്രത്യേകത. നമുക്ക് ഇപ്പോൾ അത് കാണാൻ, ഇപ്പോൾ നമ്മൾ വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ, ഇവിടുത്തെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കണ്ണിനും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കും അതിനുള്ള ശക്തിയില്ല. കാര്യം ഭൗതിക ലോകത്തിലെ എല്ലാവിധ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകിൽ പോയി കണ്ടാമിനേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ സാധുജനങ്ങൾക്ക്, പരിശുദ്ധ ഭക്തർക്ക് അതൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധുക്കൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ലീലകൾ, നിത്യലീലകൾ. ഉപദേശാമൃതത്തിൽ അങ്ങനെ ഹൈറാർക്കി പറഞ്ഞിട്ടുണ്ട്. അതാണ് രാധാകുണ്ടിൻ്റെ മഹിമ പറയുന്നു, രാധാകുണ്ടിൻ്റെ പൊസിഷൻ പറയുന്നു ശ്രീല രൂപ ഗോസ്വാമി 9ാമത്തെ ശ്ലോകത്തിൽ. 10ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം വേറൊരു ഹൈറാർക്കി അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അവിടെ പറയുന്നു ഭഗവാന്റെ ഭക്തരെക്കുറിച്ച്, അതായത് ഭഗവാന് പ്രിയപ്പെട്ട ആളുകളുടെ ആ ഒരു ഹൈറാർക്കി പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന്, കർമ്മികളാണ് ഏറ്റവും താഴെ. കർമ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കർമ്മങ്ങൾ ചെയ്ത് അതിന് ഫലം പ്രതീക്ഷിക്കുന്ന ആളുകൾ. അതിനേക്കാൾ കർമ്മിയേക്കാൾ കുറച്ച് മുമ്പിൽ ജ്ഞാനികൾ, ജ്ഞാനിയേക്കാൾ മുകളിലാണ് ഭക്തരുടെ സ്ഥാനം. ഭക്തരിൽ വെച്ച് ഏത് ഭക്തരാണ്? വ്രജഗോപികളാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ഹൈറാർക്കിയാണ് പറയുന്നത്. ഭക്തരെ തീർച്ചയായിട്ടും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഭക്തരിൽ വെച്ച് വ്രജഗോപികുമാർ. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് അല്ലേ, രമ്യ കാചിത് ഉപാസന വ്രജവധു, അവിടെ പറയുന്നുണ്ട്. അതായത് വ്രജഗോപികമാരാണ് ഏറ്റവും ഭഗവാന്റെ ഭക്തരെ വെച്ച് ആ ഒരു സ്ഥാനം നോക്കുവാണെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ട, എല്ലാവരും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടൊരു അവിടെ നമ്മളൊരു
എന്താ പറയുക, പാർഷ്യാലിറ്റി ആയിട്ട് പറയുന്നല്ല. പക്ഷേ എന്നാലും എടുത്തു പറയുമ്പോൾ മഹാപ്രഭുവിൻ്റെ അഭിപ്രായവും കൃഷ്ണനും പറയുന്നത് അതാണ്, വ്രജഗോപികമാരെ പോലെ വേറെ ആരുമില്ല എന്നുള്ളത്. ഇനി വ്രജഗോപികമാരിൽ വെച്ച് ഗോപിക ചൂടാമണിയായിട്ടുള്ള ശ്രീമതി രാധാറാണിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാന്. ആ രാധാറാണിയും രാധാകുണ്ടും തമ്മിൽ വ്യത്യാസമില്ല. എങ്ങനെയാണോ പ്രേഷ്ടാ തദ്വാത് ഇയം തദീയ സരസി താം നാശ്രയേത് കാകൃതി. രാധ കൃഷ്ണന്, ഭഗവാൻ കൃഷ്ണന് രാധ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതേപോലെ തന്നെ രാധാറാണിയുടെ രാധാകുണ്ടും കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് രാധാകുണ്ടിൻ്റെ ശരണം ആരെടുക്കാതിരിക്കും എന്നാണ് രൂപഗോസ്വാമി ചോദിക്കുന്നത്. പ്രേഷ്ടാ തദ്വാത് ഇയം തദീയ സരസി. തദീയ സരസി രാധാറാണിയുടെ സ്വന്തം കുണ്ടം, രാധാറാണിയുടെ സ്വന്തം ആണ് രാധാകുണ്ട്. അപ്പോൾ രാധാറാണി എത്രമാത്രം പ്രിയപ്പെട്ടതാണോ കൃഷ്ണന് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് രാധാകുണ്ടും. രാധാറാണിയും രാധാകുണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആര് രാധാകുണ്ടിനെ ശരണം പ്രാപിക്കാതിരിക്കും എന്നുള്ള ചോദ്യമാണ് രൂപഗോസ്വാമി ചോദിക്കുന്നത് ആ ശ്ലോകത്തിൽ. എന്നിട്ട് പറയുന്നു, അഷ്ടകാലിക ലീലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാധാകുണ്ടിൽ. രൂപഗോസ്വാമി ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇത് ഉപദേശാമൃതത്തിലുള്ളത് കൊണ്ട് പറയുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഷ്ടകാലിക ലീലകൾ എന്തൊക്കെയാണെന്ന് പറയാനുള്ള ഒരു യോഗ്യത നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോവുകയില്ല. അതൊക്കെ ഹൈ ടോപ്പിക്കാണ്. എനിവേ, അഷ്ടകാലിക ലീല എന്ന് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറിനെ 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8 പീരിയഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ പീരിയഡിലും അതിന് സമയമുണ്ട്, കറക്റ്റായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് ഓരോ സമയത്ത് ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശാശ്വതമായിട്ട് ഇവിടെയും ഈ ഭൗമവൃന്ദാവനത്തിലും നടക്കുന്നു, അതേപോലെ തന്നെ ഗോലോക വൃന്ദാവനത്തിലും നടക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ അഷ്ടകാലിക ലീലകൾ നടക്കുന്നത് രാധാകുണ്ടിൻ്റെ തട്ടിലാണെന്ന് പറയുന്നു. അപ്പോൾ നിശാന്തലീല, പ്രാതലീല, അങ്ങനെ പൂർവാഹന ലീല, മധ്യാഹ്ന ലീല, അതായത് സമയം അനുസരിച്ചിട്ട്, അതായത് വെളുപ്പാങ്കാലത്ത്, പിന്നെ സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ്, അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം, അങ്ങനെ ഓരോ മധ്യാഹ്ന ലീലയുണ്ട്, ഉച്ചയ്ക്കുള്ള സമയം, പിന്നെ വൈകുന്നേരമുണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സമയം, പിന്നെ ഈവനിങ് സമയമുണ്ട്, ശയനം, സായം ലീല, പ്രദോഷലീല, പിന്നെ രാത്രി ലീല, അങ്ങനെ 8 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രാധാകുണ്ടിൽ നടക്കുന്നുണ്ട് ശാശ്വതമായിട്ട്. അതിനുള്ള കണ്ണുകൾ നമുക്കില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രം. എന്നാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആചാര്യന്മാർ എടുത്തു പറയുന്നു, ഒരുപാട് മഹിമയുണ്ട് ഈ ഒരു സ്ഥലത്തിന്. അതായത് ആധ്യാത്മിക ലോകത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലെ എടുക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഗോലോക വൃന്ദാവനം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാധാകുണ്ടാണെന്നാണ് രൂപഗോസ്വാമിയുടെ അഭിപ്രായം. രൂപഗോസ്വാമിയും ആചാര്യന്മാരുടെ അഭിപ്രായം. അതിൻ്റെ അർത്ഥം എന്താണ്? രൂപഗോസ്വാമിയും ആചാര്യന്മാരും അവിടെ നിന്ന് വരുന്നവരാണ്. അവർക്കറിയാം കൃഷ്ണനും രാധയും ഏറ്റവും കൂടുതൽ ഒരുമിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവും ഏറ്റവും കൂടുതൽ ലീലകൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം രാധാകുണ്ടാണ്. അതുകൊണ്ടാണ് അവർ നിത്യം അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ശില രൂപഗോസ്വാമി ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഉപദേശാമൃതത്തിൽ അത് എടുത്തു പറയുന്നു. അതുകൊണ്ട് അവസാനത്തെ ശ്ലോകത്തിൽ അദ്ദേഹം രാധാകുണ്ടിനെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് രൂപഗോസ്വാമി. ആരാണോ രാധാകുണ്ടിന് തട്ടിൽ താമസിക്കുന്നതും ആരാണോ രാധാകുണ്ടിൽ സ്നാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുങ്ങുന്നത്, കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബഹുമാനത്തോടുകൂടി വിനയത്തോടുകൂടി ചെയ്യുന്നത്, അങ്ങനെയുള്ളവരുടെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതായത് രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് രാധാകുണ്ട്, അതുകൊണ്ട് കൃഷ്ണന് അത്രയും പ്രിയപ്പെട്ടതാണ് രാധാകുണ്ട്. അപ്പോൾ രാധാകുണ്ട് ഈവൻ പറയുന്നു, ഒരുപാട് യോഗികളും ഒരുപാട് ആളുകൾക്ക് പോലും, ഒരുപാട് വരിഷ്ഠരായിട്ടുള്ളവർക്ക് പോലും ആക്സസിബിൾ അല്ല രാധാകുണ്ട്. സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രമാത്രം സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുളിക്കാനുള്ള അധികാരം ഇപ്പോൾ ഇല്ല എന്തായാലും. രൂപഗോസ്വാമി പറയുന്നുണ്ട് ശ്രേഷ്ഠമാണ്, അതിനേക്കാൾ വലിയൊരു സാധനയില്ല, അതിനേക്കാൾ വലിയൊരു കാര്യമില്ല എന്നുള്ളത്. ഓരോ ഭക്തരും ആ ശുദ്ധഭക്തരുടെ ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ രാധാകുണ്ടിനെ ആശ്രയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാധാകുണ്ടിൽ സ്നാനം ചെയ്യുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്, ശരിയാണ്, ശാസ്ത്രങ്ങളെടുത്ത് പറയുന്നുണ്ട്.
പക്ഷേ അതിനുള്ള യോഗ്യത നമുക്ക് ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഗുരുവിൻ്റെ പെർമിഷൻ വേണം. മാത്രമല്ല നമ്മൾ കാണുന്ന പോലെ സിമ്പിളായിട്ട് പോയി കുളത്തിൽ കുളിക്കുന്ന പോലെയല്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ആ ഒരു ഭാവത്തോടു കൂടി ആ ഒരു പ്യൂരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നത് അപരാധമായി മാറും. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധകർക്ക് ഏറ്റവും നല്ലത് അവിടെ പോയി വളരെ ബഹുമാനത്തോടു കൂടി കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ശരീരത്തിൽ തളിക്കുക, അതേപോലെ കുറച്ച് ആചമനം ചെയ്യുക, കഴിഞ്ഞു. വളരെ റെസ്പെക്റ്റ്ഫുള്ളി നമ്മളത് ഡീൽ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ റിവേഴ്സ് എഫക്റ്റ് ആവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നാലും രാധാകുണ്ടിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓർക്കുക, ആ രാധാകുണ്ടിലേക്കുള്ള ആക്സസ് വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് അതിനുള്ള യോഗ്യത നേടുന്നത് വരെ നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ, യോഗ്യത നേടിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കണം. ആ യോഗ്യത നേടുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു പക്ഷേ രാധാകുണ്ടിൽ കുളിക്കാനുള്ള ആ ഒരു ഭാഗ്യം, മഹാസൗഭാഗ്യം കിട്ടിയാൽ ചെയ്യുക. അതുവരെ നമ്മൾ ആഗ്രഹിക്കാം, പക്ഷേ അതിനുള്ള പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ശ്രീല പ്രഭുപാദ് വളരെയധികം സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാര്യം പ്രഭുപാദ് ഡിസൈപ്പിൾസിനെ ആദ്യം വന്ന സമയത്ത് രാധാകുണ്ടിൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. കുറച്ച് പേരൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി രാധാകുണ്ടിനെ കണ്ട് അങ്ങനെ രാധാകുണ്ടിൽ പോയി മുങ്ങുന്നു, പുറത്തു വരുന്നു. അത്രയും ബഹുമാനത്തോടെ നമ്മളെങ്ങനെയാണ് ഗംഗാ സ്നാനം ചെയ്യുന്നത്, യമുന സ്നാനം ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിനേക്കാൾ ഉയർന്ന പൊസിഷനാണ് രാധാകുണ്ടിനുള്ളത്. എന്നാൽ കുറച്ച് പേര് ഇതേപോലെ അവിടെ കളിക്കുന്നു, അതായത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കളിക്കുക, നീന്തുക, ചാടുക എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പ്രഭുപാദിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് ഇത് സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് രാധാകൃഷ്ണൻ്റെ നിത്യലയിൽ നടക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഇത്രയും ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരാൾ ഇനി കുളിക്കില്ല രാധാകുണ്ടിലെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് അന്ന് നിർത്തി. കാര്യം ആളുകൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നമുക്കും അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നമ്മളവിടെ പോകുമ്പോൾ ഒരു ചെറിയൊരു കുളം, അവിടെ കുറേ പായൽ പിടിച്ചത് നമുക്ക് കാണാം, കളറ് മാറിയിട്ടുള്ള വെള്ളം കാണാം, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കാണാതെ മാത്രമേ കാണുന്നുള്ളൂ. ആക്ച്വലി ആ രാധാകുണ്ടിനെ കുറിച്ച് വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി നരോത്തം ദാസൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അത് ദിവ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് രാധാകുണ്ട്. അവിടെ രാധാറാണിയും കൃഷ്ണൻ്റെയും ലീലകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. അതിലെ രാധാകുണ്ടിലെ വെള്ളത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കാണുന്നത് വെറും വേറെന്തോ ആണ് ആക്ച്വലി. അതിനുള്ള വിഷൻ ഇല്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണെങ്കിലും ആ സ്ഥാനം മനസ്സിലാക്കുക, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് രാധാകുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യാ കുണ്ടം പ്രിയം തഥാ സർവഗോപീഷു ശൈവൈക വിഷ്ണുർ അത്യന്ത വല്ലഭ. എങ്ങനെയാണോ ശ്രീമതി രാധാറാണി കൃഷ്ണൻ പ്രിയപ്പെട്ടത്, അതേപോലെ തന്നെ തസ്യാ കുണ്ടം പ്രിയം തഥാ, രാധാകുണ്ടും കൃഷ്ണന് വളരെ വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത്. ഇവിടെ യഥാ രാധ പ്രിയ വിഷ്ണു എന്നാണ് പറയുന്നത്. സർവഗോപീഷു സൈവൈക വിഷ്ണുർ അത്യന്ത വല്ലഭ. ഇവിടെ വിഷ്ണു എന്നുള്ള പേരാണ് കൃഷ്ണന് ഉപയോഗിച്ചിട്ടുള്ളത്. രാധാപ്രിയ വിഷ്ണു, രാധയും വിഷ്ണുവും തമ്മിലുള്ള കോമ്പിനേഷൻ എന്തായിരിക്കും? നമ്മൾ വൈകുണ്ഠത്തിലെ വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഈ ശ്ലോകം ഒരു പ്രമാണമാണ്. വിഷ്ണു എന്നുള്ളത് കൃഷ്ണൻ്റെ ഒരു പേരാണ് എന്നുള്ളത്. കൃഷ്ണന് അനേക കോടി പേരുകളുണ്ട്, അതിലൊരു പേരാണ് വിഷ്ണു എന്നുള്ളത്. വൈകുണ്ഠത്തിലെ വിഷ്ണു മാത്രമല്ല, കൃഷ്ണനും വിഷ്ണു എന്നുള്ള പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ തുളസി പൂജ ചെയ്യുന്ന സമയത്ത് വൃന്ദായ തുളസി ദേവിയായ പ്രിയായ കേശവസ്യ വിഷ്ണുഭക്തി പ്രദേദേവി സത്യവത്തെ നമോ നമഃ. അവിടെ വിഷ്ണുഭക്തി എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിനെ കൃഷ്ണഭക്തിയാക്കി പറയും. വിഷ്ണുഭക്തിയല്ല, കൃഷ്ണഭക്തിയാണെന്ന്. ഓക്കെ, കൃഷ്ണഭക്തിയാണ് വൃന്ദാദേവി തരാൻ പോകുന്നത്, സംശയമൊന്നുമില്ല. നമ്മൾ ആ ഒരു തുളസി പ്രാർത്ഥനയിലും നമ്മൾ രാധാകൃഷ്ണ സേവനം തന്നെയാണ് ചോദിക്കുന്നത്, അല്ലാതെ വൈകുണ്ഠത്തിലെ സേവനമല്ല ചോദിക്കുന്നത്, അല്ലേ?
ഇവിടെ വൃന്ദാവനവാസമാണ് ചോദിക്കുന്നത്, രാധാകൃഷ്ണ സേവയാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പറയുന്നത് വിഷ്ണു എന്ന് പറയുന്നുണ്ടെങ്കിലും വിഷ്ണു അല്ല കൃഷ്ണനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. വിഷ്ണു എന്നുള്ളത് കൃഷ്ണൻ്റെ ഒരു പേരാണ്. അപ്പോൾ അവിടെയും വിഷ്ണു നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ആ വിഷ്ണു, അപ്പോൾ ചില ആളുകൾ പേടിച്ചിട്ടാണ് പറയുന്നത്, വിഷ്ണു അല്ലല്ലോ കൃഷ്ണനല്ല, അതുകൊണ്ട് മാറ്റി കൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ മാറ്റി കൃഷ്ണൻ എന്ന് പറയുന്നവരുണ്ട്. കൃഷ്ണൻ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷ്ണു എന്നുള്ളത് കൃഷ്ണൻ്റെ പേര്, വേറൊരു പേരാണ്. ഒരുപാട് പേരുകൾ ഒരു പേരാണ്. അതുകൊണ്ട് ഇവിടെയും ഈ ശ്ലോകത്തിലും പറയുന്നു, യഥാ രാധ പ്രിയ വിഷ്ണു തസ്യ കുണ്ടം പ്രിയം തഥാ. കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടതാണ്, വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടത്. വിഷ്ണു എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ. അപ്പോൾ രാധയുടെ കൂടെ കൃഷ്ണനാണ്, അല്ലാതെ വിഷ്ണുവല്ല. വൈകുണ്ഠത്തിലെ വിഷ്ണുവല്ല, ഇവിടെ പറയുന്ന വിഷ്ണു കൃഷ്ണനാണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്രമാണം, വിഷ്ണു എന്നുള്ളത് കൃഷ്ണൻ്റെ വേറൊരു പേരാണ് എന്നുള്ളത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം രാധാകുണ്ടിൻ്റെ മഹാത്മ്യം. ഇനി രാധാകുണ്ട് എങ്ങനെ പ്രകടമായി എന്നുള്ളത് പറയുന്നു ശാസ്ത്രങ്ങളിൽ. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട്, നമ്മൾ ആ ഡീറ്റെയിൽസിലേക്ക് ഇന്ന് പോകുന്നില്ല. എന്തായാലും തൽക്കാലം ഇവിടെ നമ്മൾ അതിൻ്റെ ആ മാധുര്യത്തെക്കുറിച്ച്, സ്വീറ്റ്നെസ്സെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. എന്തോ അതിനുള്ള അധികാരമില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. എന്നാൽ രാധാകുണ്ട് എങ്ങനെ പ്രകടമായി എന്നുള്ളത് നമ്മൾക്ക് കേൾക്കാം. രാധാകുണ്ട് പ്രകടമാവുന്നത്, ഗോലോക വൃന്ദാവനത്തിൽ രാധാകുണ്ട് പ്രകടമാവുന്നത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭൗമം ഇവിടെ ഭൂമിയിൽ എങ്ങനെയാണ് പ്രകടമാവുന്നതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഗോലോക വൃന്ദാവനത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കൽ കൃഷ്ണനും രാധയും കൂടെ അങ്ങനെ നികുഞ്ചത്തിലിരിക്കുന്ന സമയത്ത് ഗോപികമാരെല്ലാവരും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേഷ്ഠാലിപി സേവ്യമാനാം സ്മരാമി, അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃഷ്ണന് രാധാറാണിയോടുള്ള ആ ഒരു സ്നേഹം കൂടും. അങ്ങനെ കൃഷ്ണൻ രാധാഭാവത്തിലാവും. മഹാപ്രഭു ആയിട്ടില്ല ഇതുവരെ, എന്നാലും ആ രാധാറാണിയുടെ ഭാവം അദ്ദേഹത്തിൻ്റെ, കാര്യം രാധാറാണിയോടുള്ള സ്നേഹം കൂടി അദ്ദേഹത്തിൻ്റെ നിറം മാറുന്നു. ശ്യാമ നിറം മാറി അദ്ദേഹത്തിൻ്റെ ഗൗരനിറത്തിലേക്ക് വരുന്നു. എന്നിട്ട് കൃഷ്ണൻ ചൊല്ലി തുടങ്ങി, കൃഷ്ണ 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 കൃഷ്ണ. കൃഷ്ണൻ സാധാരണ രാധ 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 എന്നാണ് ചൊല്ലുന്നത്. പക്ഷേ രാധാഭാവം ഉള്ളിൽ വന്നപ്പോൾ അദ്ദേഹം കൃഷ്ണ 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 എന്ന് പറഞ്ഞ്, രാധയും കൃഷ്ണനും ഒരുമിച്ചിരുന്ന ഗോപികമാരെല്ലാവരും ഉണ്ട്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവം മാറുന്നു. കൃഷ്ണ 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 എന്ന് വിളിച്ച് അദ്ദേഹം നികുഞ്ചത്തിലേക്ക് വേറൊരു കുഞ്ചത്തിലേക്ക് ഓടിപ്പോകുന്നു. ആ സമയത്ത് രാധാറാണി കൃഷ്ണന് പെട്ടെന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ആ സമയത്ത് രാധാറാണിക്ക് വിഷമമായി. രാധാറാണിക്ക് വിഷമമായപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പറയുന്നു, രാധാറാണി കൃഷ്ണൻ്റെ ഭാവം സ്വീകരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ രാധയുടെ ഭാവം സ്വീകരിച്ച് അദ്ദേഹം ഓടിപ്പോയി, കൃഷ്ണ 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 എന്ന് വിളിച്ച്. ഇവിടെ കൃഷ്ണൻ പോയപ്പോൾ പിരിഞ്ഞപ്പോൾ രാധാറാണിയുടെ ഹൃദയത്തിൽ വിഷമം തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ്റെ പ്രേമം കൊണ്ട് രാധാറാണിയുടെ ഭാവം മാറുന്നു, രൂപവും മാറുന്നു. അങ്ങനെ ഇരിക്കുന്നു സഖിമാർ രാധാറാണിയെ സേവിക്കുന്നു. അവിടെ കുറച്ച് സഖിമാർ പോവും, കുഞ്ചത്തിലേക്ക് പോവും കൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, കൃഷ്ണൻ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി. കാര്യം രാധാറാണിക്ക് കൃഷ്ണനില്ലാതെ പറ്റുന്നില്ല. അപ്പോൾ ഓടിപ്പോവും. അപ്പോൾ അവിടെ പോയി പറയും, രാധ ഇങ്ങനെ അവസ്ഥയിലാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തിരിച്ചു വരണം. രാധയുടെ അവസ്ഥ ആകെ, അതായത് മോഹാത്സ്യപ്പെട്ട് വീണു നീ പോയതിന് ശേഷം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ വിഷമമായി. അങ്ങനെ കൃഷ്ണൻ തിരിച്ചു വരാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കുന്നു. കൃഷ്ണനോട് പറയുകയാണ് അശരീരിയിൽ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നീ രാധാനാമം ചൊല്ലിയാൽ മതി, രാധാനാമം ചൊല്ലിക്കൊള്ളൂ, രാധാറാണി എഴുന്നേറ്റ് ഇങ്ങോട്ട് കുഞ്ചത്തിലേക്ക് നിന്നെ കാണാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അവിടെ ഇരുന്ന് ജപം തുടങ്ങി, രാധേ ഓ രാധേ ഹേ രാധേ ഹാ രാധേ. അങ്ങനെ രാധാറാണി കേൾക്കുന്നു. ശ്രീമതി രാധാറാണി ഓടി നികുഞ്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ രാധാറാണി ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നത്? കൃഷ്ണൻ്റെ രൂപത്തിലാണ്. കൃഷ്ണൻ ഇരിക്കുന്നത് രാധാരൂപത്തിലും. രണ്ടും മാറി മാറിയിരിക്കുകയാണ്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. കൃഷ്ണൻ ഇരിക്കുന്നത് കുഞ്ചത്തിലും, രാധാറാണി അവിടെ വേറെ സ്ഥലത്തിരിക്കുമായിരുന്നു. അവിടെ നിന്ന് കൃഷ്ണനെ ആയപ്പോൾ വിഷമമായി. അങ്ങനെ സഖിമാർ അന്വേഷിച്ചു പോയപ്പോൾ കൃഷ്ണൻ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അശരീരി കേൾക്കുന്നു, രാധാനാമം ചൊല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ അവിടെ രാധാഭാവത്തിലാണ്, കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ കൃഷ്ണൻ പെട്ടെന്ന് ബോധം വന്നു, രാധാനാമം ചൊല്ലി തുടങ്ങി. അങ്ങനെ ഈ രാധാറാണി, ഒറിജിനൽ രാധാറാണി, കൃഷ്ണഭാവത്തിലുള്ള രാധാറാണി
അങ്ങനെ നികുഞ്ചത്തിലേക്ക് വരുന്ന സമയത്ത് കൃഷ്ണൻ്റെ രൂപത്തിലാണ് ഉള്ളത്, പക്ഷേ ഉള്ളിൽ രാധയാണ്. കാര്യം ഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്, രൂപം മാത്രം മാറിയിട്ടില്ല. ഇപ്പോൾ രണ്ടുപേരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നേരത്തെ രൂപവും ഭാവവും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ രൂപം പഴയ പോലെ, രൂപം മാറിയിട്ടില്ല. കൃഷ്ണന് രാധയുടെ രൂപവും രാധയ്ക്ക് കൃഷ്ണൻ്റെ രൂപവും, പക്ഷെ ഭാവം മാറി തുടങ്ങി. കാര്യം കൃഷ്ണൻ്റെ എന്ന് ജപിക്കുന്നത് രാധാനാമമാണ്. എന്നാൽ രാധാറാണി ഒന്ന് ആലോചിച്ച് നോക്കുക, രാധാറാണിക്ക് കൃഷ്ണൻ്റെ രൂപവും എന്നാൽ ഉള്ളിൽ രാധാഭാവം, രാധാറാണിയുടെ ഒറിജിനൽ ഭാവം. അപ്പോൾ രാധാറാണി വന്നപ്പോൾ, കൃഷ്ണൻ്റെ രൂപത്തിൽ വന്നപ്പോൾ, നോർമലി രാധാറാണിക്ക് ഉണ്ടാവുന്ന പോലെ നാണം വന്നു, ലജ്ജ വന്നു. അപ്പോൾ വന്നപ്പോൾ അപ്പോൾ കൃഷ്ണൻ താഴോട്ട് നോക്കി നിൽക്കുകയാണ്. ശരിക്കും പുറമേ നോക്കുമ്പോൾ കൃഷ്ണനാണ് നോക്കുന്നത്, പക്ഷേ ആക്ച്വലി അത് രാധയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും കാണുവാണ് അവിടെ വെച്ച് കണ്ടപ്പോൾ വീണ്ടും കുറച്ച് നേരം അവർ പിരിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ആ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിരുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് ഇരുന്ന് രണ്ടുപേരും കൈപിടിച്ചുകൊണ്ട് പിന്നെ പറയുവാണ്, കൃഷ്ണൻ പറയുന്നു, രാധേ, ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും നേരം കുറച്ച് സമയം പിരിഞ്ഞിരുന്നതിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത്. കൃഷ്ണൻ കാണിച്ചു കൊടുക്കുവാണ്, എൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള കണ്ണുനീരാണ്, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കുളം പോലെ ആയിട്ടുണ്ട്. അതേപോലെ രാധാറാണിയോട് പറഞ്ഞു, നിൻ്റെ കണ്ണുനീരാണ് ഇവിടെ ഇങ്ങനെ കുളം പോലെയായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അപ്പോൾ ഇതിന് പേര് കൊടുക്കാൻ പോകുന്നു, നിൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ഈ കുളത്തിൻ്റെ പേര് രാധാകുണ്ടെന്നും എൻ്റെ കണ്ണിൽ നിന്ന് പറഞ്ഞത് ശ്യാമകുണ്ടാണെന്നുള്ളത്. ഇത് എവിടെ നടക്കുന്നതാണ്? ഗോലോക വൃന്ദാവനത്തിലാണ്. ഇവിടെ നടന്നിട്ടുള്ളതല്ല. ഗോലോക വൃന്ദാവനത്തിൽ രാധാകുണ്ട് വരുന്നത് എങ്ങനെയാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയുന്നു, കൃഷ്ണൻ പറയുന്നു, ഈ രാധാകുണ്ടിലും ശ്യാമകുണ്ടിലും നമ്മൾ രണ്ടുപേരും എല്ലാ ദിവസവും കുളിക്കും. അതേപോലെ തന്നെ ഗോപികമാരെ എല്ലാവർക്കും ഇവിടെ കുളിക്കാം. ആരാണോ ഇവിടെ കുളിക്കുന്നത് അവർക്ക് എപ്പോഴും അവരുടെ കൂടെയുണ്ട്. അതായത് അവർക്ക് എല്ലാവിധ സന്തോഷവും കിട്ടുന്നു. അങ്ങനെ പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടു കൂടി സഖിമാർക്കും കാണിച്ചു കൊടുക്കും രാധാകുണ്ട് ശ്യാമകുണ്ട്. അങ്ങനെയാണ് രാധാകുണ്ട് ശ്യാമകുണ്ട് വരുന്നത്. പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, രാധാറാണിയും പറയുന്നുണ്ട്, നമ്മളെപ്പോഴും ഇനി നമ്മുടെ ലീലകളെല്ലാം ഇവിടെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് അവിടെയുള്ള രാധാകുണ്ടിൻ്റെ മഹാത്മ്യം. ഇവിടെ ഭൗമ വൃന്ദാവനത്തിൽ രാധാകുണ്ട് വന്നത് എങ്ങനെയാണെന്നുള്ളത്, ഈ ഭൗതിക ലോകത്തിൽ കൃഷ്ണൻ ലീലകൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വന്നു എന്നുള്ളത്, ആ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അരിഷ്ടാസുരൻ്റെ കഥ. അരിഷ്ടാസുരനെ കൊന്നതിന് ശേഷം അരിഷ്ടാസുരൻ ഒരു കാളയുടെ രൂപത്തിലാണ് വരുന്നത്. അങ്ങനെ രാധാറാണിയും സഖ്യമാരെയും ഉപദ്രവിക്കാൻ നോക്കി. ആ സമയത്ത് കൃഷ്ണൻ വന്ന് അരിഷ്ടാസുരനെ വധിക്കുന്നു. ഇപ്പോൾ സാരാർത്ഥ ദർശനി ടീക്ക ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അവിടെ അദ്ദേഹം ഈ ഒരു ലീലയെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ അരിഷ്ടാസുരനെ കൊന്നതിന് ശേഷം രാധാറാണിയും സഖിമാരും പറഞ്ഞു കൃഷ്ണനോട്, ഇനി നിനക്ക് ഞങ്ങളെ തൊടാൻ പറ്റില്ല, അടുത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? നിങ്ങളെ രക്ഷിച്ചു. ഈ അസുരനിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. ആ അസുരൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളെ രക്ഷിച്ചു, അസുരനെ കൊന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു അടുത്ത് വരരുത്, കാര്യം എന്താണ്? അപ്പോൾ രാധാറാണിയും ഗോപികുമാരും പറഞ്ഞു, കാരണം വേറെ ഒന്നുമല്ല, അരിഷ്ടാസുരനാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു കാളയുടെ രൂപത്തിലാണ് വന്നത്. കാള, പശു എന്നൊക്കെ പറയുന്നത് പൂജനീയമാണ്. നീ കൊന്നു, അതുകൊണ്ട് അശുദ്ധിയായി, നീ വലിയ പാപിയായി മാറി. ഈ പാപങ്ങളൊക്കെ നീ കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി, അതുവരെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ ശിക്ഷിക്കരുത്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നു, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അസുരനെ കൊല്ലേണ്ടി വന്നു, അല്ലെങ്കിൽ അസുരൻ നിങ്ങളെ ഉപദ്രവിച്ചാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ കുറ്റക്കാരനായി, ഞാൻ പാപിയായി മാറിയെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? രാധാറാണി ഗോപികുമാരും പറഞ്ഞു, ലോകത്തുള്ള എല്ലാ പുണ്യ തീർത്ഥങ്ങളിലും പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ശരി, അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം വെച്ചാൽ അങ്ങനെ ചെയ്യാം. കൃഷ്ണൻ്റെ അടുത്താണോ കളി? കൃഷ്ണൻ ഉടനെ തന്നെ മനസ്സിൽ വിചാരിച്ചു, എന്തിന് ഞാനിനി ലോകം മുഴുവനും നടക്കണം, എല്ലാ പുണ്യതീർത്ഥങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. കൃഷ്ണന് സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് പതുക്കെ കാലുകൊണ്ട് അവിടെ ഒരു കുഴി കുഴിച്ചു.
ആ കുഴി കുഴിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നു. വെള്ളം വന്ന സമയത്ത് അവിടെ പറയുന്നു, എല്ലാ പുണ്യ തീർത്ഥത്തിൻ്റെയും അധിഷ്ഠാത്രി ദേവനും ദേവിമാരൊക്കെ വന്നു അവിടെ മുമ്പിൽ. സമുദ്രദേവത, യമുനാദേവി, ഗംഗാദേവി, ഗോദാവരി, കാവേരി ദേവി, എല്ലാവരും കൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ അവർ ചോദിക്കും കൃഷ്ണനോട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എല്ലാ നദികളും, സരയൂ നദി, എല്ലാവരും വരുവാണ്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചത് കാര്യം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, എനിക്ക് നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. അതായത് നിങ്ങളിൽ ഈ പുണ്യ നദികളിൽ കുളിക്കാനാണ് രാധാറാണിയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് നിങ്ങളോട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ പുണ്യ നദികളിലെല്ലാം കുളിച്ച് റെഡിയായി. എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. രാധാറാണിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണ് പ്രശ്നം? എല്ലാം നടന്നില്ലേ? രാധാറാണിയും ഗോപികുമാരും പറഞ്ഞു, പോരാ, ഞങ്ങൾക്ക് വിശ്വാസമില്ല, നീ ഒരുപാട് സൂത്രക്കാരനാണ്, ഇവരൊക്കെ ശരിക്കും ഈ ദേവതമാരാണോ എന്ന് ഞങ്ങൾക്ക് എന്താ ഉറപ്പ്? അങ്ങനെയും ചോദിച്ചു അവർ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിച്ചോളൂ, നേരിട്ട് ചോദിക്കൂ, നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ അവരോട് നേരിട്ട് ഈ ദേവതമാരെല്ലാവരും വന്ന് പറയും രാധാറാണിയോട്, ഞങ്ങൾ ശരിക്കും അതിൻ്റെ ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് കൃഷ്ണനെ ഇനി സ്വീകരിക്കാതിരിക്കരുത്, റെക്കമെൻഡ് ചെയ്യും കൃഷ്ണന് വേണ്ടി. രാധാറാണി പറയും, ശരി, ഓക്കെ, അവരോട് പറയും, ശരി, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ വിടും. ആ സമയത്ത് രാധാറാണി പറഞ്ഞു കൃഷ്ണനോട്, ഇപ്പോൾ കൃഷ്ണൻ നോക്കൂ, അഹങ്കാരമായി. കാര്യം എല്ലാ പുണ്യതീർത്ഥത്തെയും അവിടെ വിളിച്ചു എന്നുള്ളൊരു അഹങ്കാരം വന്നു. അങ്ങനെ കൃഷ്ണനാണെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കുളമുണ്ട്, ഇപ്പോൾ നമുക്ക് മാത്രം ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളങ്ങനെ വിട്ടാൽ പോരാ, നമുക്കും വേണം ഒരു കുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധാറാണിയുടെ കൂട്ടുകാരൊക്കെ കൂടി അവിടെ ഒരു കുളം അല്ലെങ്കിൽ അവിടെ ഒരു തടാകത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ വന്ന് പറഞ്ഞു, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഉള്ളത്. അപ്പോൾ കുളത്തിൽ വെള്ളം വേണം, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ രാധാറാണി പറഞ്ഞു, സഖിമാരോട് പറഞ്ഞു, നമുക്ക് മാനസി ഗംഗയിൽ പോയിട്ട് അവിടെ നിന്നുള്ള വെള്ളമെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് നിറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ രാധാറാണി എന്താ ചെയ്തത് വെച്ചാൽ, അരിഷ്ട്രാസുരനെ കൊന്ന സമയത്ത് അവിടെ അരിഷ്ട്രാസുരൻ്റെ കൊമ്പ് കൊണ്ട് സ്ഥലത്ത് അവിടെ ഒരു കുളം പോലെ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. ആ കുളമാക്കി മാറ്റി പിന്നെ അവിടെ മാനസികഗംഗയിൽ വെള്ളം കൊണ്ട് നിറയ്ക്കാനായിരുന്നു രാധാറാണിയുടെയും ഗോപികുമാരുടെയും പ്ലാൻ. അതനുസരിച്ച് കൃഷ്ണൻ അതിൻ്റെ ഇടയിൽ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെന്തോ പുതിയൊരു സംരംഭം ഇവിടെ തുടങ്ങാൻ പോകുന്നു തോന്നുന്നു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരുടെ കയ്യിലും കുടവുണ്ട്, ആയിരക്കണക്കിന് ഗോപികമാർ എല്ലാവരുടെ കയ്യിലും കുടവുണ്ട്, ഇത് എന്താ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് കുറച്ച് അഹങ്കാരമായി, ഇപ്പോൾ നിനക്ക് മാത്രം ഇപ്പോൾ കുളമുണ്ട്, അവിടെ നീ കുളിക്കുന്നു, ഏറ്റവും വലിയ എല്ലാ പുണ്യതീർത്ഥങ്ങളും ഉള്ള സ്ഥലമാണെന്ന് നീ പറഞ്ഞ് അഹങ്കരിക്കുകയാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞങ്ങളുടെ രാധാറാണിക്ക് നിന്നേക്കാൾ ഒട്ടും മോശമാകാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളും ഒരു കുളം ഉണ്ടാക്കാൻ പോകണം, എന്നിട്ട് നിന്നേക്കാൾ വലിയ പുണ്യതീർത്ഥമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഓക്കെ, ചെയ്തോളൂ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എനിക്ക് ഒരു സഹായം വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, സഹായിക്കുക വേണ്ട, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. രാധാറാണി പറഞ്ഞു, ഞങ്ങൾ മാനസികഗംഗയിൽ നിന്ന് പോയിട്ട് വെള്ളമെല്ലാം കൊണ്ടുവന്ന് നിറയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൃഷ്ണന് വിഷമം തോന്നി, പാവം ഇവർ കഷ്ടപ്പെടുവാണ്, ഇത്രയും വെയിലത്ത് നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഇതിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തർക്ക് ഓരോ കുടത്തിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു. അവസാനം കൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു, ആരോട് പറയുന്നു? ഈ പുണ്യ നദിയുടെ പുണ്യ തീർത്ഥാടന, ഞാൻ നേരത്തെ പറഞ്ഞ അധിഷ്ഠാത്രി ദേവതമാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, പാവം ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, അപ്പം നിങ്ങളായിട്ട് ഒന്ന് പോയി രാധാറാണിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഗോപികമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞാൻ പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ പോയിട്ടൊന്ന് ഒരു സേവനമായിട്ടൊന്ന് പോവും, എനിക്ക് ഇവർ കഷ്ടപ്പെടുന്ന കാണാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓടി ഉടനെ തന്നെ ശ്യാമക്കുണ്ടിൽ നിന്ന് അവർ പുറത്ത് വന്ന്, ശ്യാമക്കുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട്, രാധാറാണിയുടെ അടുത്ത് പോയി പറയും, റിക്വസ്റ്റ് എല്ലാവരും കൈകൂപ്പിക്കൊണ്ട് പറയും, ഓ വൃഷഭാനു നന്ദിനി, ഓ ഭാനു നന്ദിനി,
ഞങ്ങൾ ഈ ഒരു കുണ്ടിലേക്ക് വരാൻ തയ്യാറാണ്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ മാനസികയിൽ നിന്ന് വെള്ളമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം അത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വൃഷഭാനു നന്ദിനി പറഞ്ഞു വേണ്ട, നിങ്ങളുടെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. മാത്രമല്ല അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ കൂടെ അഭിലാഷമാണ്. അങ്ങ് രാധാറാണി കാര്യം കൃഷ്ണൻ്റെ രാധാറാണിയുടെ സ്ഥാനം അവർക്കറിയാം. ഞങ്ങളുടെ ഒരു വലിയ മഹാസൗഭാഗ്യമായിരിക്കും ഞങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വൃഷഭാനു നന്ദിനി നമ്മുടെ ഭാനുനന്ദിനി രാധാറാണി ഒരുപാട് കരുണാമൂർത്തിയാണ്. രാധേ വൃന്ദാവനാദീശെ കരുണാമൃത വാഹിനി. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണി മുഴുവനും കാരുണ്യത്തിൻ്റെ മൂർത്തി സ്വരൂപമാണ്. ആരെങ്കിലും ഒന്ന് പോയി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാധാറാണി നോ എന്ന് പറയില്ല. അങ്ങനെ വൃഷഭാനു നന്ദിനി പറഞ്ഞു ശരി, ഇനി നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ്, ഞങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശരി, എന്നാൽ നിങ്ങൾ എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിർത്തുന്നു. ഇവരെല്ലാവരും പിന്നെ രാധാകുണ്ട് നിറച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് രാധാകുണ്ടും ശ്യാമകുണ്ടും വരുന്നത്. ഇതാണ് ഒരു എക്സ്പ്ലനേഷൻ. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഇത് ഒരുപാട് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് ലീലകൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു രാധാകുണ്ടിൽ ഇപ്പോഴും ശാശ്വതമായി നടക്കുന്നു. ഇനി ശീല ജീവഗോസ്വാമി ചെറിയൊരു കുറച്ചും കൂടെ ഒരു വേറെ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഗോപാൽ ചമ്പു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ കുറച്ചും കൂടെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ പറയുന്നു അരിഷ്ടാസുരനെ കൊന്നതിന് ശേഷം കൃഷ്ണൻ തിരിച്ച് ഗോവർദ്ധനത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി കൃഷ്ണൻ ഒരുപാട് ടയേർഡായി എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോയി അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവരോട് ഓൾറെഡി വീട്ടിലെത്തുമ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ശ്യാമകുണ്ടിനെ കുറിച്ച് പറഞ്ഞു. അതായത് നന്ദമഹാരാജനോടും മറ്റുള്ള എല്ലാവരോടും പറഞ്ഞു, ശ്യാമകുണ്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാ പുണ്യ തീർത്ഥങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ശ്യാമകുണ്ട് കാണാൻ വേണ്ടി ഓടി വരുന്നു, വൃന്ദാവനവാസികളെല്ലാം. അങ്ങനെ ഇവരെല്ലാവരും വന്ന് ശ്യാമകുണ്ടിൽ കുളിച്ച് തിരിച്ചു പോകുന്നു. ആ സമയത്ത് കൃഷ്ണൻ അവിടെ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ കൃഷ്ണനും രാധാറാണിയും പിന്നീട് കാണുമ്പോൾ ശ്രീല ജീവഗോസ്വാമി പറയുന്നത് അങ്ങനെയാണ്. അതായത് കൃഷ്ണൻ പറയുന്നു, എനിക്ക് എൻ്റെ ശ്യാമകുണ്ടിനെ കുറിച്ച് അദ്ദേഹം പറയുവാണ്, രാധാറാണിയോട് പറയാണ്, നോക്ക് എൻ്റെ ഈ ഒരു ശ്യാമകുണ്ട് ഗിരിഗോവർദ്ധൻ്റെ കീഴിലുള്ള ശ്യാമകുണ്ട് എല്ലാ പുണ്യതീർത്ഥമുണ്ട്, നിനക്കൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോൾ രാധാറാണിയോട് പറയാണ്, ഞാൻ ഇത് സൃഷ്ടിച്ചു, പക്ഷേ നിനക്കില്ലല്ലോ ഇത് എന്ന് പറഞ്ഞ് രാധാറാണി ഒന്ന് കളിപ്പിക്കുകയാണ്. നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു എക്സ്പ്ലനേഷനാണ് അത്. ബൈ ദ വേ രണ്ടും കോൺട്രഡിക്ഷൻ അല്ല, എക്സ്ട്രാ അഡീഷണൽ കാര്യം. നമ്മുടെ ആചാര്യന്മാർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാം. അപ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ് അങ്ങനെയാണ്. ഒരേ സംഭവം തന്നെ വേറെ രീതിയിൽ വേറെ മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ അത് അതിമനോഹരമാണ്. അപ്പോൾ ശ്രീല ജീവഗോസ്വാമിയുടെ എക്സ്പ്ലനേഷനാണ് ഇങ്ങനെ. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കില്ലല്ലോ ഇതേപോലെ ഒരു കുണ്ടമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, നിനക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാര്യം നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു, അരിഷ്ടാസുരനെ കൊന്നു, പാപമുണ്ടായിരുന്നു. പാപം കഴുകിക്കളയാൻ വേണ്ടി നിനക്ക് എല്ലാ പുണ്യതീർത്ഥങ്ങളും പോയി കുളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി പുണ്യതീർത്ഥങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, സമ്മതിച്ചു, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. കാര്യം ഞങ്ങളൊരു പാപവും ചെയ്തിട്ടില്ല. രാധാറാണി പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് പാപവും ചെയ്തിട്ടില്ല, ഞങ്ങൾ പരിശുദ്ധരാണ് എല്ലാവരും. നിനക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, നീ അത് ചെയ്തു, ഞങ്ങൾക്ക് ഇങ്ങനൊരു കുണ്ടത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നീയാണെങ്കിൽ അരിഷ്ടാസുരനെ കൊന്ന് നിനക്ക് എല്ലാ പാപവും ഉണ്ടായിരുന്നു, അത് നിനക്കതുകൊണ്ട് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. കൃഷ്ണൻ ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയില്ല, അരിഷ്ടാസുരൻ പശുവും കാളയൊന്നും ആയിരുന്നില്ല, അത് അസുരനായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അരിഷ്ടാസുരൻ്റെ സ്വഭാവം പശുക്കളും അല്ലെങ്കിൽ ധർമ്മത്തിനും എതിരായിരുന്നു. ധർമ്മത്തിനെതിരായിട്ടുള്ളൊരു വ്യക്തിയാണ് അരിഷ്ടാസുരൻ. അസുരനായിരുന്നു അദ്ദേഹം. അപ്പോൾ അസുരനായിട്ടുള്ള ഒരാളെ നീ പശുവായിട്ട് ഇവിടെ പശുവും അല്ലെങ്കിൽ കാളയുടെയും ഒരു കണക്ഷൻ നീ കൊണ്ടുവരുവാണ് ഇപ്പോൾ. അതായത് ധർമ്മം എന്ന് പറയുന്നത് പശുവാണ്,
പശുവും കാളയും അറിയാം, ധർമ്മത്തിൻ്റെ 4 കാലുകളൊക്കെ അല്ല, കൃഷ്ണൻ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ പശുവും കാളയും ഒക്കെ അതിൽ വരുന്നു. ആ അധർമ്മിയായിട്ടുള്ള അരിഷ്ട്രാസുരൻ നീ ധർമ്മവുമായിട്ട് ഒരു ഉപമിക്കുമ്പോൾ അതിനും വലിയ തെറ്റ് എന്താണുള്ളത്? അതുകൊണ്ട് നീ ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് വലിയ തെറ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗോഹത്യ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നില്ലേ, അത് വലിയൊരു പാപമാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഇങ്ങനെ ചിന്തിച്ചത് തെറ്റായിപ്പോയി. ധർമ്മത്തിനെതിരായിട്ടുള്ള അരിഷ്ട്രാസുരനെ നീ സപ്പോർട്ട് ചെയ്തു. അരിഷ്ട്രാസുരനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ആ പാപമൊക്കെ നിനക്ക് കിട്ടി. അതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് നീ വരണ്ട, നിങ്ങൾ ആരും വരണ്ട, നീയും വരണ്ട, ഗോപികുമാരും വരണ്ട, ആരും വരണ്ട, എന്നെ കാണുകയും വേണ്ട. കാര്യം നിങ്ങൾ പാപികളാണ്, ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. അധർമ്മിയായിട്ടുള്ള അരിഷ്ട്രാസുരനെ കൂട്ടുപിടിച്ചു കൃഷ്ണൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാധാറാണിക്ക് ചിന്ത വന്നു, ഇനി എന്തു ചെയ്യും? അപ്പോഴാണ് രാധാറാണി പിന്നെ രാധാകുണ്ടിനെ കൊണ്ടുവരുന്നത്. പിന്നീട് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം അത് തന്നെ, അതായത് മാനസികഗംഗയിൽ പോകുന്നതും പിന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം അത്. അപ്പോൾ അതിൻ്റെ വേറൊരു വെർഷനാണ്, അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റെൻഡഡ് വെർഷൻ എന്ന് പറയാം. പിന്നീടാണ് രാധാറാണിയും ഗോപികുമാരെ കൂടി കൊണ്ടുവരുന്നതും കൃഷ്ണൻ സഹായിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഓൾറെഡി സമയമായി, ഇനി സമയമില്ല. ഇനിയും കൂടുതൽ ഒരുപാട് പറയാനുണ്ട് രാധാകുണ്ടിനെ കുറിച്ച്. എന്നാൽ അതിനുള്ള യോഗ്യതയും പക്വതയും അധികാരവും നമുക്കില്ല. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി മനസ്സിലാക്കുക രാധാകുണ്ടിൻ്റെ സ്ഥാനം. നമുക്ക് അവിടെ അതിനെക്കുറിച്ച് രാധാകുണ്ടിനെക്കുറിച്ച് മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ രാധാകുണ്ടിൽ നടന്നിട്ടുള്ള ലീലകൾ ആസ്വദിക്കാനോ ഉള്ള ഒരു യോഗ്യത നമുക്കില്ല. എന്നാൽ ആ ഒരു യോഗ്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അതാണ്. നമുക്കതിനുള്ള പരിശുദ്ധിയില്ല. അപ്പോൾ ആ ഒരു ശുദ്ധമായാൽ മാത്രമേ നമുക്കതിലേക്കുള്ള ആക്സസിബിലിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇല്ല, എന്നാൽ എന്നെങ്കിലും അതിനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്ക് കിട്ടുവാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം ഭഗവാനോടും ശ്രീമതി രാധാറാണിയോടും രാധാകുണ്ടിനോടും. രാധാകുണ്ടും രാധാറാണിയും തമ്മിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് രാധാകുണ്ട്, ഇപ്പോൾ കൃഷ്ണൻ രാധാറാണിയുമായിട്ട് പിണങ്ങുമ്പോൾ ഓടിപ്പോകുന്നത് രാധാകുണ്ടിൻ്റെ അടുത്തേക്കാണ്. രാധാകുണ്ടിനോട് എല്ലാ വിഷമങ്ങളും പറയും. അങ്ങനെ പതുക്കെ രാധാറാണി വരും അവിടെ. അങ്ങനെയാണ്. അപ്പോൾ രാധാകുണ്ട് രാധാറാണിയും തമ്മിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമ്മൾ രാധാറാണിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി രാധാറാണി ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ കരുണാമൃത വാഹിനി, കരുണയുടെ മൂർത്തി സ്വരൂപമാണ് രാധാറാണി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക രാധാറാണിയോട്, കൃഷ്ണനോടും രാധാകൃഷ്ണനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ശുദ്ധീകരണം നാമജപത്തിലൂടെയും ബാക്കിയുള്ള ഭക്തി സേവനങ്ങളുടെയും നടക്കുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അവരുടെ മഹാകൃപയുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. വൃന്ദാവനത്തിലുള്ള ആക്സസിബിലിറ്റി നമ്മളിപ്പോൾ ഇതെല്ലാം ഒരുപാട് ദൂരമാണ്. കാര്യം രാധാകുണ്ടും രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള റിലേഷനും അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ആ ഒരു രസം ശരിക്കും നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ രാഗഭക്തിയിലേക്ക് നമ്മൾ ഉയരണം. ഇപ്പോൾ ചെയ്യുന്ന വൈദിക സാധന ഭക്തിയിൽ നിന്ന് ഉയർന്ന് രാഗഭക്തിയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഇതെല്ലാം മനസ്സിലാക്കാനും നമുക്ക് ശരിക്കും ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഈവൻ ലീലകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നത്. ലീലകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ രാഗഭക്തി വരണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ആവാത്തത് കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദിക സാധന ഭക്തി ചെയ്ത് അതിൽ മെച്ചുവറാവുമ്പോൾ അത് പരിപക്വ അവസ്ഥയിൽ വരുമ്പോഴാണ് അത് രാഗഭക്തിയിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. ആ രാഗഭക്തി നമുക്ക് എവിടെയും പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. വൈദിക സാധന ഭക്തി ചെയ്ത് അത് മെച്ചുവറായി ഒരു പരിപക്വ അവസ്ഥയിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈദിക സാധന ഭക്തി മാറി അത് രാഗഭക്തിയായി മാറുക. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. അതിനുവേണ്ടി ആ ഒരു ഇടയ്ക്കൊരു ബൂസ്റ്റ് വേണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരു പുള്ള് വേണം. ഇപ്പോൾ പോകുന്ന ഒരു വേഗത അല്ലാതെ ആരെങ്കിലും നമ്മളെ പുറകുന്നൊരു തള്ളിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുമ്പിലേക്ക് എത്തും അല്ലേ. അപ്പോൾ അതുപോലെ ശ്രീ ഗോവർദ്ധൻ രാധാകുണ്ട്
അതേപോലെ ബൃന്ദാദേവി, ഗോപേശ്വർ മഹാദേവ്, ഇവരൊക്കെ വൃന്ദാവനത്തിലെ മെയിൻ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇവരെല്ലാവരുടെയും മഹാകൃപയുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഉന്ത് വെച്ച് തന്നാൽ നമ്മൾ പറന്നു പോവും. സോ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഒരു ദിവസം ശ്രീ രാധാകുണ്ട് ഓർത്ത്, രാധാകുണ്ടിൻ്റെ നമ്മളവിടെ ഫിസിക്കലി പോകുന്നില്ല, എന്നാൽ ഇവിടെ ഇരുന്ന് മെൻ്റലി രാധാകുണ്ടിൻ്റെ തട്ടിലിരുന്ന് രാധാകുണ്ടിന് മുമ്പിൽ നമ്മൾ നമസ്കരിച്ച് കുറച്ച് ജലം രാധാകുണ്ടിലെ വെള്ളമെടുത്ത് ആചമനം ചെയ്ത് വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ധ്യാനിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്നതായിട്ട് ഓർക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും. വൃന്ദാവനവാസം എല്ലാവർക്കും കിട്ടട്ടെ. ശ്രീ വൃന്ദാവൻ ധാം की जय, श्री राधा कृष्ण युगल मिलन की जय, श्री राधा कुंड की जय, श्री गोवर्धन की जय, गिरिराज गोवर्धन की जय, निताय गौर प्रेमानंदे. हरे कृष्ण. प्रणाम. थैंक यू. हरे कृष्णा. प्रणाम प्रभु जी. हरे कृष्ण. प्रणाम. हरे कृष्ण.